ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് HTML CSS ജാവാസ്ക്രിപ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു കാൽക്കുലേറ്റർ, ഇതേപോലുള്ള കാൽക്കുലേറ്റർ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. HTML CSSന്റെ ബേസിക്സ് നിങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ HTML വെച്ച് എങ്ങനെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാം, ഇത് എങ്ങനെ സ്റ്റൈൽ ചെയ്യുക എന്നുള്ളത് ഞാൻ കൂടുതൽ ഇൻഡെപ്ത് പോകുന്നില്ല. ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, നമ്മുടെ HTML എപ്പോഴും ഡോക്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്ററിന്റെ ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് calculator.html, script.js, style.css. ഓക്കെ, എന്നിട്ട് ഞാൻ HTML ഡോക്യുമെന്റ് സ്റ്റാർട്ട് ചെയ്തു, ഡോക് ടൈപ്പ് HTML എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് HTMLന്റെ ചൈൽഡുകളായിട്ട് ഹെഡ്, ബോഡി. ഹെഡിനകത്ത് സിമ്പിൾ കാൽക്കുലേറ്റർ എന്നുള്ളത് ഞാൻ അതിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ style.css ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ബോഡിക്കകത്ത് സെക്ഷൻ ID കണ്ടെയ്നർ, ഇത് മൊത്തത്തിലൊരു കണ്ടെയ്നർ ആക്കി എടുത്തിട്ട് അതിനകത്ത് കാൽക്കുലേറ്റർ എന്നൊരു ഡിവ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഡിവിനകത്ത് ഞാൻ ഈ ഒരു ഭാഗം div ID റിസൾട്ടായിട്ടും റിസൾട്ടിനകത്ത് രണ്ട് ഭാഗം, ഓക്കെ, div ID ഹിസ്റ്ററിയും div ID ഔട്ട്പുട്ടും. ഓക്കെ, ഹിസ്റ്ററി ഇത്രയും, ഔട്ട്പുട്ട് ഇത്രയായിട്ട് ഞാനത് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കീബോർഡ് സെക്ഷന് വേണ്ടിയിട്ട് കാൽക്കുലേറ്ററിൻ്റെ കീബോർഡ് സെക്ഷനിൽ ഞാൻ കീബോർഡിൽ നിന്ന് ഡിവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറേ ബട്ടൺസ്, ഓക്കെ, ഞാനിത് ഇൻഡെപ്തായിട്ട് പോകുന്നില്ല, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ HTML CSS നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ സ്ക്രിപ്റ്റ് മാത്രമേ ഞാൻ ഇന്ന് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ബട്ടനകത്ത് ഞാൻ ബട്ടൺ ക്ലാസ്, ഓരോ ഇതിനുള്ള എല്ലാത്തിനും, ഈ ഓപ്പറേറ്റേഴ്സിനെല്ലാം ഞാൻ ക്ലാസ് ഓപ്പറേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്പേഴ്സിനെല്ലാം ഞാൻ നമ്പേഴ്സ് എന്ന ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ രണ്ട് empty സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാൻ empty സ്പേസിന് ഞാൻ ഇവിടെ empty എന്നുള്ള ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓരോ ഓപ്പറേറ്ററിനും അതിൻ്റെതായ ID ഞാൻ വിളിച്ചു കൊടുത്തു, യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ സിക്കാണെങ്കിൽ ഞാൻ ക്ലിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിക്ക് ഞാൻ ബാക്ക് സ്പേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മോഡുലസിന് ഞാൻ മോഡുലസ് സിമ്പിളിനെ കൊടുത്തിട്ടുണ്ട്. ഡിവൈഡ് സിമ്പിൾ. അപ്പോൾ ഞാൻ കാൽക്കുലേറ്ററിൽ ഈ ഒരു ഡിവൈഡ് സിമ്പിൾ വരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു സംഭവം, ഇങ്ങനൊരു സിമ്പിളിൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ കോപ്പി ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് വേറെ ഏതെങ്കിലും സിമ്പിൾ കൊടുത്താലും മതി, ഇതിനകത്തുള്ള കീബോർഡിലുള്ള സിമ്പിൾ കൊടുത്താലും മതി. അതുപോലെ തന്നെ ഞാൻ ഈ ക്രോസ് ചിഹ്നം വരാൻ വേണ്ടി, ക്രോസിന് വേണ്ടിയിട്ട് ആൻഡ് ടൈംസ് സെമിക്കോളൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതേപോലുള്ള സിമ്പിളായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ HTML സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ സ്ക്രിപ്റ്റ് എക്സ്റ്റേണൽ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് SRC, script.js. അപ്പോൾ സ്ക്രിപ്റ്റാണ് നമ്മൾ ഇന്ന് കൂടുതലും നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രിപ്റ്റിനകത്ത് എങ്ങനെയാണ് ലോജിക്കുകൾ വരുന്നതെന്നും അത് എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ക്ലിക്കബിൾ ആയിട്ട് വരാമെന്നും നമുക്ക് നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ CSS ഞാനതിന് ബോഡിക്ക് ഞാൻ മൊത്തത്തിലൊരു ഫോൺ ഫാമിലി സാൻഷെറിഫ് കൊടുത്തു. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ, ഈ ഒരു നീല കളർ എന്ന് പറയുന്നത് ഈ ഒരു ഹെക്സ് വാല്യൂ ആണ്. അതേപോലെ തന്നെ കാൽക്കുലേറ്ററിന് ഞാൻ ഹൈറ്റ് വിഡ്ത്ത് 320px ഹൈറ്റ് 520px കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ, ഈ ഒരു വൈറ്റ് കളർ ഈ ഒരു വൈറ്റ് പോലത്തെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട്. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഹെക്സ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാർജിൻ സീറോ ഓട്ടോ കൊടുത്തില്ല എങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യില്ല, അത് സെൻറ്ററിലേക്ക് വന്ന് നിൽക്കില്ല. സെൻറ്ററിലേക്കല്ല, ഈ സൈഡിലേക്ക് വന്ന് നിൽക്കും. അപ്പോൾ ആ സെൻറ്ററിലേക്ക് വന്ന് നിൽക്കാൻ വേണ്ടി നമ്മൾ മാർജിൻ സീറോ ഓട്ടോ കൊടുത്തത്, അതുകൊണ്ട് തന്നെ അത് സെൻറ്ററിലായിട്ട് അലൈൻ ചെയ്യും. അതേപോലെ തന്നെ പൊസിഷൻ റിലേറ്റീവ് ടോപ്പ്, ഇതെന്തിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ടയിൽ ഈ ഒരു ചെറിയ സ്പേസ് കണ്ടോ, ചെറുത്, അപ്പോൾ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ടയിൽ നിന്നൊരു 20px തള്ളാൻ വേണ്ടിയാണ് ഞാനത് പൊസിഷൻ റിലേറ്റീവ് ആയിട്ടും ടോപ്പ് 20px കൊടുത്തത്. അതുപോലെ റിസൾട്ടിന് ഞാൻ ഒരു ഹൈറ്റ് മൊത്തത്തിൽ ഒരു 120px ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററിക്ക് ഞാനൊരു ഹൈറ്റ് 20px കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഔട്ട്പുട്ട്, ഈ താഴെ വരുന്ന ഈ ഒരു ഔട്ട്പുട്ടിന് ഞാൻ 60px കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കീബോർഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 400px ആണ്. അതേപോലെ തന്നെ ഓപ്പറേറ്റർ, നമ്പർ, MTക്ക് എല്ലാത്തിനും ഞാൻ സെയിം സ്റ്റൈൽ, വിഡ്ത്ത്, ഹൈറ്റ്, മാർജിൻ, ഫ്ലോട്ട്, എല്ലാത്തിനെയും ഫ്ലോട്ട് ലെഫ്റ്റ് ചെയ്താണ് ഞാൻ നിർത്തിയേക്കുന്നത്. എല്ലാം ഇങ്ങനെ ലെഫ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ബോർഡർ റേഡിയസ് 50%, ഈ ഒരു കർവ് വരാൻ കാരണം അത് 50% ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തില്ല എങ്കിൽ അത് ഇങ്ങനെ കൂർത്ത് നിൽക്കും. ഓക്കെ, അപ്പോൾ ബോർഡർ കൃത്യ 0 കൊടുത്തു. ഫോൺ വെയിറ്റ് എല്ലാത്തിനും ബോൾഡ് കൊടുത്തു, കുറച്ച് ബോൾഡായിട്ട് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ബോൾഡ് കൊടുത്തു. എല്ലാത്തിനും ഫോൺ സൈസ് 15px കൊടുത്തു. എന്നിട്ട് ഞാൻ നമ്പർ, MTക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്പറിനും MTക്കും ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ, ഈ ഒരു ഹെക്സ് വാല്യൂ ഉള്ളൊരു വൈറ്റ് കളർ പോലുള്ളൊരു ഹെക്സ് വാല്യൂ ഉള്ളൊരു കളർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്പറും ഓപ്പറേറ്ററിലേക്ക് നമ്മൾ കഴ്സർ കൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ കഴ്സർ എന്താവണം, പോയിന്റർ ആവണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം കഴ്സറായിട്ട് നിന്നിട്ട് ഇത് പോയിന്റർ ആവണം അല്ലേ, എനിക്ക് നമുക്ക് ക്ലിക്കബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കൊടുത്തു. അതേപോലെ തന്നെ ബട്ടൻ്റെ നമ്മുടെ CSSൽ എന്ത് ചൈൽഡ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഓരോന്നിനും ഓരോ കളർ വീതം കൊടുത്തു. ബട്ടൻ്റെ 4th ചൈൽഡിന് ഇതേപോലൊരു പച്ച കളർ, ആ പച്ച കളർ ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സ് വാല്യൂ കൊടുത്തു. അതേപോലെ 8ാമത്തെ വാല്യൂവിന് ഈ ഒരു ഇക്വലൻ്റ് ആയിട്ട്, ഈ കളറിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് ഹെക്സ് വാല്യൂ കൊടുത്തു. അങ്ങനെ ഓരോന്ന് 8, 12,
8, 4, 8, 12, 16, 20 അങ്ങനെ ഓരോന്നിനും ഞാൻ ഓരോ കളർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ HTML CSS ഇതേപോലൊരു സ്റ്റൈലാക്കി നമ്മൾ എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജാവാ സ്ക്രിപ്റ്റിലേക്ക് പോകാം. ഓക്കെ, ജാവാ സ്ക്രിപ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ബേസിക്സ് ഒന്ന് കവർ ചെയ്തിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, അപ്പോൾ ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അതിനകത്ത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ES6 എന്ന് പറയുന്ന ഒരു വെർഷനാണ്. എന്താണ് ES6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ECMA സ്ക്രിപ്റ്റ് 6 എന്നാണ് അർത്ഥം. അപ്പോൾ ECMA എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ് ECMA എന്ന് പറയുന്നത്. അപ്പോൾ ECMA ഷോർട്ട് ആക്കിയിട്ടാണ് എന്നാക്കിയത്. സ്ക്രിപ്റ്റിന് വേണ്ടിയാണ് അത് ഷോർട്ടാക്കി എന്നാക്കിയത്. അങ്ങനെ ES6 ജാവാ സ്ക്രിപ്റ്റ് വെർഷൻ ES6 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കാണാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ വെബ് പേജിലും നമുക്ക് ജാവാ സ്ക്രിപ്റ്റിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സ്റ്റാപ്പിൾ ഓഫ് വെബ് ഡെവലപ്മെൻറ്റ് എന്നാണ് നമ്മൾ ഈ ജാവാ സ്ക്രിപ്റ്റ് അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ടോപ്പിക്കിലേക്ക് പോകാം. നമുക്ക് വെബ് ഡെവലപ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ ജാവാ സ്ക്രിപ്റ്റിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ട, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് കൺസോൾ നമുക്ക് ജാവാ സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ നമുക്ക് ബ്രൗസറിൽ ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ബ്രൗസറിനകത്ത് സ്ക്രിപ്റ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ console.log. ഓക്കെ, ഹലോ വേൾഡ് നമ്മൾ എല്ലാവരും ആദ്യം അടിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, ഹലോ വേൾഡ്. അപ്പോൾ ഹലോ വേൾഡ് എവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ് പറയുന്നത്? ഇത് കൺസോളിലായിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഈ കൺസോൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് ഇൻസ്പെക്ട് പോവുക. ഇൻസ്പെക്റ്റിനകത്ത് നമ്മുടെ എലമെന്റുകൾ ചെക്ക് ചെയ്യുന്നിടത്ത് തന്നെ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു കൺസോൾ ഉണ്ട് അല്ലേ? കൺസോളിലൂടെ വന്നിട്ടില്ല, കാര്യം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. script.js നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? സ്ക്രിപ്റ്റ് src script.js. ഓക്കെ, അപ്പോൾ ഹലോ വേൾഡ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഹലോ വേൾഡ്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എററൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ console.log അടിച്ചിട്ട് നമുക്ക് അവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കാണാൻ പറ്റുന്നത് അറിയത്തില്ല, അല്ലെങ്കിൽ ഹലോ വേൾഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫർദർ ഇതിലേക്ക് പോവാം. അപ്പോൾ console.log അതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ console.log, കൺസോൾ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണ്, ലോഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഒബ്ജക്റ്റ് മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആക്കേണ്ട. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ശരത്ത് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. എൻ്റെ പേര്, എൻ്റെ വയസ്സ്, ഓക്കെ, ഞാനിവിടെ പഠിച്ച, അങ്ങനെ എനിക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം എൻ്റെ പേര്, അതിനകത്ത് എനിക്ക് എന്ത് പ്രോപ്പർട്ടിയാണ് ആക്സസ് ചെയ്യേണ്ടത് അത് ഞാൻ കൊടുക്കും. ഇപ്പോൾ ശരത്ത്.ഏജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് വരുന്നത്? എൻ്റെ ഏജ് ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്തത്. അതുപോലെ തന്നെ കൺസോൾ എന്നൊരു ഒബ്ജക്റ്റിനകത്തൊരു മെത്തേഡാണ് ലോഗ്. അപ്പോൾ ഈ ലോഗിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് കൊടുക്കുന്ന സാധനത്തിന് അതിനകത്ത് നമ്മൾ എന്ത് കൊടുത്താലും അതിനെ എവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക? കൺസോളിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അപ്പോൾ അതാണ് ഒബ്ജക്റ്റും മെത്തേഡും തമ്മിലുള്ള ബന്ധം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അങ്ങനെ ഓരോ പ്രോപ്പർട്ടീസിനും നമുക്ക് ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് വിളിച്ച് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഓരോ ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ എവിടെ നിന്ന് എൻഡ് ചെയ്യും? console.log അതിനകത്ത് അവസാനം ഒരു സെമി കോളം വെച്ചിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡുകളെല്ലാം എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ജാവാസ്ക്രിപ്റ്റിൽ കമൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ HTML കമൻറ്റ് ചെയ്യുന്നത് പഠിച്ചു, CSS കമൻറ്റ് ചെയ്യുന്നത് പഠിച്ചു. ഇനി ജാവാസ്ക്രിപ്റ്റിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി 2 ഫോർവേഡ് സ്ലാഷ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതിയാലും അതെന്താവില്ല, അത് ബ്രൗസർ റീഡ് ചെയ്യില്ല. അത് നമുക്ക് മറ്റുള്ള ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുകയാണ്, ഇവിടെ കൊടുത്തിട്ട് പറയുന്നത് ദിസ് കോഡ് ഡിസ്പ്ലേസ്. ഓക്കെ, ഡിസ്പ്ലേസ് അത് കാണാൻ പറ്റുന്നില്ല, അത് കമൻ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ഇതുണ്ടാവില്ല. ഡിസ്പ്ലേസ് ഹലോ വേൾഡ് ഇൻ ദ കൺസോൾ. ഓക്കെ, ഇൻ ദ കൺസോളിൽ എന്താവും? ഈ ഒരു സാധനം ഡിസ്പ്ലേ ആയി കാണിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതത്രേ ഉള്ളൂ. അപ്പോൾ കൺസോളിൻ്റെ ഉപയോഗം അതാണ്. നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാനില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ CSS ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക്സ് കവർ ചെയ്യാം. അപ്പോൾ അതാണ് കമൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ജാവാസ്ക്രിപ്റ്റിൽ കുറേ ഡേറ്റ ടൈപ്സ് ഉണ്ട്. ഈ എന്താ ഡേറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഓരോ ലാംഗ്വേജിന് അതിന് കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡേറ്റകളെല്ലാം ഓരോരോ ടൈപ്പുകളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് ഡേറ്റാസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതേപോലെ സ്ട്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടേഷനകത്ത് നമ്മളിപ്പോൾ ഇതൊരു സ്ട്രിംഗ് ആണ്, ഹലോ വേൾഡ് എന്ന് പറയുന്നത് സ്ട്രിംഗ് ആണ്. കാര്യം എന്താ? അതൊരു കൊട്ടേഷനകത്ത്, ഒരു ഡബിൾ കൊട്ടേഷനകത്ത് അല്ലെങ്കിൽ ഒരു സിംഗിൾ കൊട്ടേഷനകത്ത് വരുന്ന എല്ലാം എന്തായിരിക്കും? ഓരോ സ്ട്രിങ്ങുകളായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഓരോ ഡേറ്റ ടൈപ്പുകളാണ് അത്. ബൂളിയൻ, നള്ള്, അൺഐഡൻറ്റിഫൈഡ്, സിമ്പിൾ, ഒബ്ജക്റ്റ്. ഇതൊക്കെ നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കാര്യങ്ങൾ പഠിക്കും. ഇപ്പോൾ നിങ്ങൾ നമ്പറും സ്ട്രിങ്ങും മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതേപോലെ തന്നെ ബൂളിയനും.
ഓക്കെ, അപ്പോൾ നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല എന്ന് ഡിസ്പ്ലേ അയക്കാൻ വേണ്ടി നമ്മൾ നൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അൺഡിഫൈൻഡ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യാത്ത വാല്യൂസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അൺഡിഫൈൻഡ്. ഓക്കെ, അത് കൺഫ്യൂഷൻ ആണെന്ന് അറിയത്തില്ല, അതിപ്പോൾ വലിയ കാര്യമാക്കണ്ട, ജസ്റ്റ് ഇത്രയും ഡേറ്റ ടൈപ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ജാവാസ്ക്രിപ്റ്റിൽ നമ്പർ ഉണ്ട്, സ്ട്രിംഗ് ഉണ്ട്, ബൂളിയൻ ഉണ്ട്, നള്ളുണ്ട്, അൺഐഡന്റിഫൈഡ് ഉണ്ട്, സിമ്പിൾ ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, അത്രയും ഡേറ്റ ടൈപ്സ് ഉണ്ട്. നമുക്ക് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ എന്തൊക്കെ ചെയ്യാം, പ്ലസ് ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, റിമൈൻഡർ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അത് തന്നെയല്ലേ, ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമ്പേഴ്സിനെ ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ ചെയ്യാനും പോകുന്നത്. ഓക്കെ, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് ജാവാസ്ക്രിപ്റ്റിൽ ഉള്ള കുറേ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് അതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ സ്ട്രിംഗ് കൺകാറ്റിനേഷൻ, നമുക്ക് നമ്പേഴ്സിനെ മാത്രമല്ല നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് സ്ട്രിങ്ങുകളെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ എക്സാമ്പിൾ എഴുതി അല്ലെ, ഹലോ വേൾഡ്. അപ്പോൾ നമുക്ക് ഈ ഹലോ വേൾഡ് എന്നുള്ള സംഭവത്തിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഒരു പ്ലസ് ഇട്ടിട്ട് ഞാൻ അതിനപ്പുറത്ത് എന്ത് ചെയ്യാം, എൻ്റെ പേരും കൂടെ എഴുതുകയാണ് എന്ന് വിചാരിച്ചു. ഓക്കെ, ശരത്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ SARATH ശരത്. അപ്പോൾ എന്ത് വരും, അപ്പോൾ ഇത് എവിടെ ഡിസ്പ്ലേ ആവും, എങ്ങനെ ഡിസ്പ്ലേ ആവും, അത് ഒന്നിച്ച് കൺകാറ്റിനേറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ഒറ്റ ഒരു സ്ട്രിങ് ആയിട്ട് അതെന്ത് ചെയ്യും. അത് വന്നിട്ടില്ല, അത് വരാത്തതിൻ്റെ കാര്യം അതെന്താണെന്നുള്ളത് നോക്കണം. ഓക്കെ, അത് റീഫ്രഷ് ആവാത്തതിൻ്റെ വിഷയമാണോ? ഓക്കെ, ഹലോ വേൾഡ് ശരത്ത്. അപ്പോൾ അവിടെ ശരത്തിൻ്റെ അവിടെ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നമുക്ക് ഒരു ചെറിയൊരു സ്പേസ് കൊടുത്ത് ഞാൻ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുണ്ടോ. അപ്പോൾ ഹലോ വേൾഡ് ശരത്ത്. അപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രിങ്ങുകളെയും കൺകാറ്റിനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് സ്ട്രിംഗ് കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. അടുത്ത എന്ന് പറയുന്നത് നമുക്ക് എന്താ ഉള്ളത്, പ്രോപ്പർട്ടീസ് ഉണ്ടല്ലേ. ഓരോരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഒബ്ജക്റ്റ് പഠിച്ചു, മെത്തേഡ് പഠിച്ചു, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് സ്ട്രിംഗ് എന്ന് നമ്മുടെ സ്ട്രിങ്ങിലുള്ളൊരു പ്രോപ്പർട്ടിയാണിത്, ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്ട്രിങ്ങിൽ എത്ര ലെങ്ത് അല്ലെങ്കിൽ എത്ര വലിപ്പം ഉണ്ട് എന്നുള്ള, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നാണ് അവർ ആ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഡോക്യുമെന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടീസൊക്കെ വെച്ച് നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഹലോ ഡോട്ട് ലെങ്ത് എന്നുള്ള സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, 5 എന്ന് പ്രിന്റ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ലെങ്ത്, അപ്പോൾ നമുക്ക് അടുത്ത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലെങ്ത്, നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ വേണം നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഏതാ നോക്കണ്ടേ, ഹലോ വേൾഡ് എന്ന് പറഞ്ഞ സ്ട്രിങ്. ഓക്കെ, ശരത്തിനകത്ത് എത്ര അക്ഷരമുണ്ട്, SARATH 6 അക്ഷരം ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് ജസ്റ്റ് നോക്കണം. അപ്പോൾ അങ്ങനെ ലെങ്ത്, ശരത് ഡോട്ട് ലെങ്ത് എന്താണ് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ശരത്താണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്, ശരത്തിനെ അല്ല അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്, ശരത്തിൻ്റെ ക്യാരക്ടേഴ്സ് ലെങ്ത് ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ 6 ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് അവരോട് ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് ആ ലെങ്തിൻ്റെ ഒരു പ്രോപ്പർട്ടീസിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ജാവാസ്ക്രിപ്റ്റ് പ്രോപ്പർട്ടീസ് നിങ്ങൾ സെർച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, മെത്തേഡ്സ് എന്താണെന്ന് പറഞ്ഞു. നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന കുറേ ടാസ്കുകളാണ് മെത്തേഡ് എന്ന് പറഞ്ഞു. ഒബ്ജക്റ്റുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ മെത്തേഡുകളാണ്, കുറേ ആക്ഷൻസിനാണ് നമ്മൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ബിൽഡിൻ്റെ ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്കിപ്പോൾ നോക്കണ്ട. അതിന് വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓക്കെ, ഇപ്പം എങ്ങനെയാണ് പറയുന്നത്, ഇപ്പം സൺഷൈൻ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ നമുക്ക് ഇത് നോക്കുകയാണ്. അപ്പോൾ ഓരോന്നിനെ നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വേരിയബിൾ ലേബൽ സ്റ്റോർ ഡേറ്റ ഇൻ ദ മെമ്മറി. കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവത്തിനാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ES 6 ആയതുകൊണ്ട് നമ്മളിപ്പം ഞാനിപ്പം പഠിപ്പിക്കാൻ പോകുന്നത് ES 6 അല്ല, ജസ്റ്റ് വാർ ഉപയോഗിച്ചായിരിക്കും ഞാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. അത് ഒരു പഴയ കൺവെൻഷൻ ആണെന്ന് ഇപ്പോഴേ ഓർത്ത് വെക്കുക. അത് ബിഫോർ ES 6 മുമ്പേ ഉള്ളൊരു കൺവെൻഷനാണ് വേരിയബിൾ ഡിക്ലറേഷൻ വാർ ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ES 6 വന്നപ്പോഴത്തേക്ക് നമ്മുടെ വേരിയബിൾ ഡിക്ലറേഷൻ നമുക്ക് 2 തരത്തിൽ ചെയ്യാം, ലെറ്റും കോൺസ്റ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ് ഞാൻ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് പറയാം. ഇപ്പോൾ നമുക്ക് വാർ മാത്രം വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം ഓർത്ത് വെക്കുക. ഇപ്പോൾ ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മാറ്റാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ലെറ്റ് മൈ നെയിം ശരത്ത് ഞാൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേറൊരിടത്ത് ഞാൻ ലെറ്റ് മൈ നെയിം ഫാനിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താവും, മൈ നെയിം ഫാനിഷ് ആവും. ഓക്കെ, പക്ഷേ കോൺസ്റ്റന്റ് DOB ഞാൻ ഇവിടെ 1997 കൊടുത്തിട്ട് പിന്നെ അപ്പുറത്ത് ഞാൻ വേറെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും, അവിടുത്തെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറത്തില്ല. അത് കാര്യം ഇത് കോൺസ്റ്റന്റ് ആണ്. അതിപ്പോൾ പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് വാർ ആയിരിക്കും ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ വാർ എന്നൊരു കീവേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലെറ്റ് ആൻഡ് കോൺസ്റ്റന്റ് വേണ്ട, നിങ്ങൾക്ക് അതൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് നമ്മുടെ ഫങ്ഷൻസിലേക്ക് പോകാം. ഓക്കെ, കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ നമ്മൾ മനുഷ്യൻ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം വരികയാണ്. ഓക്കെ, എങ്കിൽ നമ്മൾ ഉറങ്ങാൻ പോകണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുൾ കണ്ടീഷൻസിലാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് പ്രോഗ്രാമിൽ ഓരോ കണ്ടീഷൻസ് ആണ് ഒരു നല്ലൊരു പ്രോഗ്രാമിനെ നമുക്കത് വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതൊക്കെ കണ്ടീഷൻസിൻ്റെ കാര്യമൊക്കെ നമുക്കിപ്പോൾ നോക്കാം. നമുക്ക് അടുത്ത ഇപ്പോൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊന്ന് ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് കവർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് മാത്രം നോക്കുക. ഇപ്പോൾ ഇഫ് ഉറക്കമാണ്, അപ്പോൾ സ്ലീപ്പി ആണെങ്കിൽ സ്ലീപ്പിൻ, അല്ലെങ്കിൽ സ്റ്റാർട്ട് യുവർ ഡേ. അപ്പോൾ അതെന്താണ്, അവിടെ ഒരു കണ്ടീഷനാണ്. ഇത് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഇത് എക്സിക്യൂട്ട് ആവുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അടുത്തത് എക്സിക്യൂട്ട് ആവും. ഓക്കെ, അതൊക്കെയാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് യൂസ് ചെയ്യുന്നതാണ് ഇഫ് ട്രൂ. അപ്പോൾ ഈഫ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈഫിൻ്റെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇൻഡെപ്ത് നോക്കാം. ഓക്കെ, ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫങ്ഷൻസിലേക്ക് പോവാം. ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, നമ്മളിപ്പോൾ ഫങ്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു ജിഫ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ, അപ്പോൾ നമ്മൾ പറയുകയാണ് ട്രയാങ്കിളിനകത്തൊരു ആഡ് വൺ സൈഡ് ആഡ് ചെയ്യാൻ പറയുകയാണ്, ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്. അപ്പോൾ അതെന്താവും, നമ്മൾ ട്രയാങ്കിൾ ഒരു ഫംഗ്ഷനകത്ത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ അതെന്താവും, ഫംഗ്ഷൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, അത് ട്രയാങ്കിളിൻ്റെ സൈഡ് ആഡ് ചെയ്തിട്ട് സ്ക്വയർ ആക്കും. അതേപോലെ തന്നെ ഒരു പെൻറ്റഗണാണ് നമ്മൾ കയറ്റി വിടുന്നതെങ്കിൽ അതിനൊരു സൈഡ് ആഡ് ചെയ്തതിനൊരു ഹെക്സഗൺ ആക്കും. ഓക്കെ, ഓരോ സൈഡ്. അപ്പോൾ ഫംഗ്ഷൻസിനെല്ലാം ഓരോരോ ധർമ്മങ്ങളുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം നമ്മൾ മില്ലി കൊണ്ടുപോയിട്ട് നമ്മൾ അരി മെഷീനിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതെന്താവും, നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ഉത്തരവാദിത്തം എന്താണ്, ആ അരിയെ പൊടിപ്പിച്ച് പൊടിയാക്കി തരിക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻസ് എന്നുള്ളത്. ഫംഗ്ഷൻസ് ഒക്കെ എങ്ങനെ എഴുതാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഫംഗ്ഷൻസ് എഴുതാൻ വേണ്ടി നമുക്ക് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഫംഗ്ഷൻ കീവേഡ് നമ്മൾ ഫംഗ്ഷന് ഒരു പേര് കൊടുക്കുക. ഇപ്പോൾ സേ താങ്ക്സ്, അല്ലെങ്കിൽ ഇപ്പം ആഡ് വൺ സൈഡ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫംഗ്ഷന് പേര് കൊടുക്കുക. അതിന് തന്നെ എന്ത് ചെയ്യുക, പാരന്തസിസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ബ്രാക്കറ്റിനെ ഇങ്ങനെയുള്ള ബ്രാക്കറ്റിനെ നമ്മൾ പാരന്തസിസ് എന്നാണ് പറയുന്നത്. അതിനകത്ത് എന്ത് ചെയ്യുക, അത് കഴിഞ്ഞിട്ടൊരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തായിരിക്കും നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ്റെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യേണ്ട കാര്യം നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇത് മാത്രം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ്. അപ്പം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിട്ടേൺ കീവേഡ് ഉണ്ട്. ഇപ്പോൾ റിട്ടേൺ കീവേഡ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു നമുക്ക് റെക്ടാങ്കിളിൻ്റെ വിഡ്ത്തും ഹൈറ്റും ആണ്. ഒരു ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫംഗ്ഷനകത്ത് നമ്മൾ വിഡ്ത്തും ഹൈറ്റും കൊടുത്തു. നമ്മൾ മറ്റേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അരി പൊടിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, അരി ഇട്ട് കൊടുത്തു. അപ്പോൾ ആ അരിയാണ് നമ്മുടെ ഈ സാധനം. ഓക്കെ, അപ്പോൾ അത് പൊടിപ്പിച്ച് തരിക, അല്ലെങ്കിൽ അതെങ്ങനെ പൊടിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു സംഭവം പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ റെക്ടാങ്കിളിനകത്ത് നമ്മൾ വിഡ്ത്തും ഹൈറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്താണ്, വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, എന്നിട്ട് ഇതിനെ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ട, ഈ ഒരു വാല്യൂവിനെ നമുക്ക് റിട്ടേൺ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതിന് മുന്നേ ഒരു റിട്ടേൺ വാല്യൂ നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അതിന് റിട്ടേൺ ആവാൻ വേണ്ടിയാണ്. നമുക്കത് കുറച്ചുകൂടെ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ അത് മാത്രം ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു കംപ്ലീറ്റ് ബേസിക്സ് എന്ന് പറയും. ഇതൊന്നും മാത്രമല്ല, ഇതിന് കുറേ ഫംഗ്ഷനാലിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അതൊക്കെ നോക്കാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ബേസിക് ഇപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്രയും മാത്രം അറിഞ്ഞാൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിഫയർ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വേറെയാണ്. നമുക്ക് ഫംഗ്ഷൻ എഴുതിയിട്ട് വിഡ്ത്ത് ആയിട്ട് നമുക്കത് വേറൊരു രീതിയിൽ ഫംഗ്ഷനെ എക്സ്പ്രസ് ചെയ്തേക്കാം. നമുക്കിതിപ്പോൾ നോക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റിൻ്റെ കാര്യം നമ്മൾ ഇനി പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാൽക്കുലേറ്ററിൻ്റെ ലോജിക്കുകളിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ കോഡിലേക്ക് പോവാം. നമ്മുടെ script.jsലേക്ക് എത്തി. നമ്മൾ ഡമ്മി ടെക്സ്റ്റൊക്കെ നമ്മൾ മാറ്റി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ വരണം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് ഫംഗ്ഷൻസ്, ഞാൻ പറഞ്ഞു ഫംഗ്ഷൻസ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ഫംഗ്ഷൻ എന്ന കീബോർഡ്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഗെറ്റ് ഹിസ്റ്ററി എന്നൊരു ഫംഗ്ഷൻ, ഗെറ്റ് ഹിസ്റ്ററി. അപ്പോൾ അതിനകത്ത് നമ്മൾ എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മീനിങ് മനസ്സിലായി കാണും. ഇതിന് ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിയുടെ വാല്യൂ പോയി എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ റിട്ടേൺ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു. റിട്ടേൺ എന്താണ്, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ്, ഞാനിത് പറഞ്ഞുതരാം. ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി. എന്താണ് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി, ഹിസ്റ്ററി വാല്യൂ. ഹിസ്റ്ററി വാല്യൂ ഡോട്ട് ഇന്നർ ടെക്സ്റ്റ്. പേടിക്കേണ്ട, നമുക്കിത് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇന്നർ ടെക്സ്റ്റ്. ടൈപ്പോസ് വരുന്നുണ്ട്.
ഇന്നർ ടെക്സ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെറ്റ് ഹിസ്റ്ററി. ഓക്കെ, ഗെറ്റ് ഹിസ്റ്ററി ഡോക്യുമെൻറ്റ് പോയിട്ട്, ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ HTML പോയിട്ട് എന്ത് ചെയ്യുക? ഗെറ്റ് എലമെൻറ്റ് ബൈ ID. ഏതിനാണോ ഹിസ്റ്ററി വാല്യൂ എന്ന് പറഞ്ഞൊരു ID ഉള്ളത് അതിനകത്തുള്ള ഇന്നർ ടെക്സ്റ്റ്. ഇപ്പോൾ ഇതിനകത്ത് ഇന്നർ ടെക്സ്റ്റ് ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് വെറുതെ ഇപ്പോൾ നമ്മളിപ്പം വിളിക്കുകയാണ് കൺസോൾ ഡോട്ട്, നമ്മൾ പറഞ്ഞു നമ്മുടെ ബ്രൗസറിൽ കൺസോളിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടി നമുക്ക് കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഇത് നമ്മളതിനകത്ത് ഗെറ്റ് ഹിസ്റ്ററി എന്ന് അടിക്കുകയാണ്. ഗെറ്റ് ഹിസ്റ്ററിയിനകത്ത് നമ്മൾ വിളിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഗെറ്റ് ഹിസ്റ്ററി വിളിക്കുമ്പോൾ എന്താണ്? നമ്മളിവിടെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന വാല്യൂ എന്തിലേക്ക് റിട്ടേൺ ആവും? ഇതിലേക്ക് റിട്ടേൺ. അപ്പോൾ ഇത് മാത്രം നമുക്ക് വിളിക്കാം. ഫംഗ്ഷനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് ഫംഗ്ഷനെ വിളിക്കാൻ വേണ്ടി നമുക്ക് ഇത് ഇങ്ങനെ വിളിച്ചാൽ മതി. നമ്മുടെ അതിൻ്റെ പേര് പിന്നെ 2 പാരന്തസിസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വാല്യൂ വരും? ഇപ്പോൾ ഒന്നും വരത്തില്ല. കാര്യം എന്താ? ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, പിയുടെ അകത്തൊന്നുമില്ല. അപ്പോൾ പിയുടെ അകത്ത് നമുക്ക് 45 452 കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് റീഫ്രഷ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ 452 വരും, ഇവിടെ 452 വരും. അപ്പോൾ ഇവിടുത്തെ ധർമ്മം എന്താണ്? ഇവിടുത്തെ ഫംഗ്ഷൻ ധർമ്മം എന്താണ്? ഗെറ്റ് ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ ഈ ഹിസ്റ്ററിക്കകത്തുള്ള ഇന്നർ ടെക്സ്റ്റിനെ പോയി വിളിച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് ഈ ഗെറ്റ് ഹിസ്റ്ററിയുടെ ധർമ്മം. ഓക്കെ, ഇനി നമുക്ക് വേണം, ഇനി എന്താ ചെയ്യേണ്ടത്? ഫംഗ്ഷൻ. ഓക്കെ, ഇനി എന്താണ്? നമുക്ക് പ്രിന്റ് ഹിസ്റ്ററി. നമുക്ക് ഫെച്ച് ചെയ്തുകൊണ്ട് വന്നാൽ മാത്രം പോരാ. ഇനി നമുക്ക് വേറെ ഫംഗ്ഷൻ എഴുതണം. അവിടെ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം എന്ന് വിചാരിച്ചോ. പ്രിന്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് പാരന്തസിസ് ഓപ്പൺ ആക്കി, പിന്നെ നമ്മൾ 2 കർലി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി. എന്നിട്ട് നമ്മൾ എന്ത് എഴുതി? നമുക്ക് ഈ വാല്യൂ റിട്ടേൺ ചെയ്യേണ്ട. ഓക്കെ, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID. എന്താണ്? ഹിസ്റ്ററി വാല്യൂ ഉള്ള ID പോയിട്ട്, ഹിസ്റ്ററി വാല്യൂ എന്ന് ID ഉള്ള അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുക? ഡോട്ട് ഇന്നർ ടെക്സ്റ്റ്. ഓക്കെ, ഇന്നർ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനകത്തേക്ക് നമുക്കിപ്പോൾ ഇങ്ങനെ ഇത് കൊടുക്കാതെ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വഴി നമുക്ക് അവിടെ വാല്യൂ പ്രിന്റ് ചെയ്യണം എന്ന് കരുതുക. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഡമ്മി എടുത്ത് കളയാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ വാല്യൂ ഒന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വഴി നമുക്ക് അവിടെ വാല്യൂ പ്രിന്റ് ചെയ്യണം. ഇവിടെ നമുക്ക് വാല്യൂ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ആർഗ്യുമെൻറ്റ്, ഇവിടെ ഒരു പാരാമീറ്റർ, നമ്പർ എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഞാൻ ഇവിടെ പാസ് ചെയ്തു. അവിടെ നമ്മൾ എന്ത് നമ്പർ കൊടുക്കുന്നോ അതെന്ത് ചെയ്യും? ഈ ഹിസ്റ്ററി വാല്യൂ എന്നുള്ള ID ഉള്ള അതിനകത്ത് ഇന്നർ ടെക്സ്റ്റ് പോയിട്ട് ആ ഒരു വാല്യൂവിനെ അവിടേക്ക് എടുത്തിടും. ഓക്കെ, മനസ്സിലായോ? ഈക്വൽ ടു നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമ്പറൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിസ്റ്ററി വാല്യൂ ഉള്ള അതിനകത്ത് പോയിട്ട് അതിനകത്തുള്ള ഇന്നർ ടെക്സ്റ്റിനകത്തേക്ക് ഇവിടെ നമ്മൾ എന്ത് വാല്യൂ, നമ്മൾ ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമ്മൾ എന്ത് വാല്യൂ, എന്ത് പാരാമീറ്റർ ആണോ, എന്ത് ആർഗ്യുമെൻ്റ് ആണോ അവിടെ പാസ് ചെയ്യുന്നത്, ആ ആർഗ്യുമെൻറ്റ് എവിടെ എത്തും? നമ്മുടെ ഈ പിയുടെ അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരികയാണെങ്കിൽ കൺസോൾ ഡോട്ട് വേണ്ട, നമുക്കത് അവിടെ തന്നെ കാണാൻ പറ്റും. പ്രിന്റ് ഹിസ്റ്ററിയുടെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? 1 2 3 4 5. ഓക്കെ, ഞാൻ അതിനെ കൺസോളിൽ പ്രിന്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ വാല്യൂ ഒന്നും ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? അയ്യോ, തെറ്റിയല്ലോ. ഇന്നർ ടെക്സ്റ്റ് ഈക്വൽ ടു നം പ്രിന്റ് ഡോട്ട് നം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഹിസ്റ്ററി വാല്യൂ എന്നുള്ളത് നമ്മൾ എഴുതിയ തെറ്റിപ്പോയി. അപ്പോൾ അതാണ് അവിടെ വരാത്തത്. അപ്പോൾ ഹിസ്റ്ററി വാല്യൂ എന്നുള്ളത് നമ്മൾ സെയിം വാല്യൂ, അത് കൺഫ്യൂഷൻ ആയിപ്പോയി നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്. ഓക്കെ, ഇവിടെ എന്താണ് വരാമെന്നുള്ളത് പുള്ളിക്കാരന് കിട്ടാതായിപ്പോയി. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ വന്ന എറർ. അപ്പോൾ എറർ മനസ്സിലായാലോ? നമുക്ക് എറർ എങ്ങനെ നോക്കാം? നമ്മുടെ ഇവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും അൺകോഡ് ടൈപ്പ് എറർ. ഓക്കെ, എവിടെയാണെന്നുള്ളത് ഇന്നർ ടെക്സ്റ്റിന് നമുക്ക് ആ ഒരു വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് റിഫ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യും? നമ്മുടെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടേക്ക് പ്രിൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഇവിടെ HTML നമ്മൾ ആ ഒരു വാല്യൂ ഇവിടെ എഴുതി കൊടുത്തിട്ടില്ല. നമ്മൾ സ്ക്രിപ്റ്റ് വഴിയാണ് ആ ഒരു വാല്യൂവിനെ ഇവിടെ പാസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണും. ഓക്കെ, ഒരെണ്ണം നമുക്ക് അവിടെ നിന്ന് ഫെച്ച് ചെയ്യാൻ വേണ്ടിയും മറ്റേ നമുക്ക് അവിടെ പ്രിൻറ്റ് ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് വഴി പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഫംഗ്ഷൻ എഴുതാം. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫംഗ്ഷൻ നമ്മുടെ ഹിസ്റ്ററി പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഔട്ട്പുട്ട് പാർട്ടിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എന്താണ്? ഗെറ്റ് ഔട്ട്പുട്ട്, ഔട്ട് 2 പാരന്തസിസ് പിന്നെ കർലി ബ്രാക്കറ്റ്. അതിനകത്ത് എന്താണ് ചെയ്യേണ്ടത്? റിട്ടേൺ. ഓക്കെ, റിട്ടേൺ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID. അതിനകത്ത് എന്താണ്? നമ്മൾ അതിൻ്റെ പേര്, നമുക്ക് ടൈപ്പ് എററൊന്നും വേണ്ട, വരുത്തേണ്ട. നമുക്ക് അവിടെ പോയിട്ട് അതിനകത്ത് നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് വന്ന് ഔട്ട്പുട്ട് വാല്യൂ എന്ത് ചെയ്യാം? ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുക, അതിനകത്തുള്ള ഇന്നർ ടെക്സ്റ്റ്. ഓക്കെ,
ഞാൻ ഇതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ഇന്നർ ടെക്സ്റ്റ് ഇതിൻ്റെ വാല്യൂ, ഇപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി അതേപോലെ തന്നെ ഫംഗ്ഷൻ ഓക്കെ പ്രിൻ്റ് എന്താണ്, പ്രിൻ്റ് ഔട്ട്പുട്ട്, പ്രിൻ്റ് ഉണ്ട് പാരന്തസിസ്, പിന്നെന്താണ് കർലി ബ്രാക്കറ്റ്. അതിൻ്റെ അർത്ഥം അതെന്താ ചെയ്യുന്നത്, ഡോക്യുമെൻറ്റ് അത് റിട്ടേൺ ചെയ്യാൻ നമുക്ക് എന്ത് വാല്യൂ ആണോ പാസ് ചെയ്യുന്നത്. അപ്പോൾ പാസ് ചെയ്യാനുള്ള നമ്പർ ഒരു വാല്യൂ, ഒരു പാരാമീറ്റർ വേണ്ട. അവിടെ നമ്മൾ എന്ത് ചെയ്തു, പാരാമീറ്ററിന് നമ്പർ തന്നെ കൊടുത്തു. നമ്പറിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി. ഓക്കെ, ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി ഔട്ട്പുട്ട് വാല്യൂ ഡോട്ട് ഇന്നർ ടെക്സ്റ്റ് ഈക്വൽ ടു എന്താണ്, നമ്മാണ്. ഓക്കെ, നമ്പറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വെറുതെ ഇത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇത് വഴിയിട്ട് പ്രിൻ്റ് ഔട്ട്പുട്ട് എന്താണ്, നമുക്കൊരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാം. 1 2 3 7 8 5 6 1. ഓക്കെ, സേവ് ചെയ്തു. എന്നിട്ട് നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ അവിടെ എന്തായി, ഔട്ട്പുട്ടിൽ നമ്പർ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കാൽക്കുലേറ്ററിലൊക്കെ എങ്ങനെയാണോ നമ്പർ വരുന്നത്, അല്ലല്ലോ. നമ്മളിങ്ങനെ മൂന്നിൻ്റെ അക്കം കഴിയുമ്പോഴത്തേക്ക് ഒരു കോമകളുണ്ടല്ലോ. അപ്പോൾ കോമകൾ വരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിനെ ഒന്ന് വേറൊരു ഫംഗ്ഷൻ അകത്തേക്കും കൂടി നമുക്ക് കയറ്റാം. അപ്പോൾ നമ്പർ എന്നുള്ള സംഭവത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റഡ് ഗെറ്റ് ഫോർമാറ്റഡ് നമ്പർ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് നമ്മൾ ആ ഒരു പാരാമീറ്ററിനെ പാസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീബോർഡ്, എന്നിട്ട് അടുത്ത് എന്ത് ചെയ്തു, ഗെറ്റ്, നമുക്ക് കോപ്പി ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ചിലപ്പോൾ തെറ്റിപ്പോകും. ഗെറ്റ് ഫോർമാറ്റഡ് നമ്പർ, 2 പാരന്തസിസ്, അതിനകത്തൊരു നമ്പർ എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഉണ്ട്. ഓക്കെ, പാരാമീറ്ററിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, വാർ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വാർ n ഈക്വൽ ടു നമ്പർ എന്ത് ചെയ്തു, നമ്പർ. അതിനകത്തുള്ള ഇതിപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സ്ട്രിംഗ് വാല്യൂ ആയിരിക്കും. ഞാൻ പറഞ്ഞു സ്ട്രിങ്ങിനെ നമ്മൾ എന്താക്കി, ഒരു നമ്പറാക്കി കൺവേർട്ട് ചെയ്തു. അതാണ് നമ്പർ കൊണ്ടുള്ള ഉദ്ദേശം. ഓക്കെ, നമ്പറാക്കി ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, വാർ വാല്യൂ ഈക്വൽ ടു എന്തു, n ഡോട്ട്, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്പറാണ്. ഓക്കെ, n ഡോട്ട് ടു ലോക്കേൽ ടു, ഇതൊക്കെ നമുക്ക് ഓരോ മെത്തേഡുകളാണ്. ഓക്കെ, ടു ലോക്കേൽ സ്ട്രിംഗ് എന്താണ്, en. ഓക്കെ, ഞാനിത് എന്താണെന്ന് പറഞ്ഞുതരാം. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ വാല്യൂവിനെ റിട്ടേൺ ചെയ്തു, വാല്യൂ. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ നോക്കിയാൽ പറഞ്ഞു ഇതിനൊന്നും എന്തില്ല, കോമാസ് ഇല്ല. ഓക്കെ, അപ്പം കോമാസ് വരുത്താൻ വേണ്ടി നമ്മൾ ചെയ്ത ചെറിയൊരു നുണുക്ക് പരിപാടിയാണ് ഇത്. നമ്മൾ എന്ത് ചെയ്തു, ആ നമ്പറിനെ ഒരു ഗെറ്റ് ഫോർമാറ്റഡ് നമ്പർ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് കടത്തി വിട്ടു. എന്നിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേരിയബിളിലേക്ക്, n എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ആർഗ്യുമെൻറ്റിനെ, നമ്മുടെ ആർഗ്യുമെൻറ്റിൽ നമ്മുടെ ആ പാരാമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങെടുത്തു. എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ എന്നിന് അതിനെ നമ്മൾ നമ്പർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് വഴി അതിനെ നമ്മൾ എന്നിലേക്ക് നമ്മൾ അസൈൻ ചെയ്തു. എന്നിട്ട് വാർ വാല്യൂ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്തു, en ടു ലോക്കേൽ സ്ട്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ കോമയിട്ട് en എന്ന് പറഞ്ഞാൽ ഓരോ 3 അക്കം കഴിയുമ്പോഴും നമുക്കതിനെ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിൻ്റ് ഔട്ട്പുട്ടിനകത്ത് നമുക്ക് എന്തൊക്കെ കുറേ നമ്പർ കൊടുക്കാം, 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, എല്ലാത്തിനും ഓരോ കോമകൾ വന്നല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഓരോ നമ്പേഴ്സും ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു ഫംഗ്ഷൻ എഴുതി കൊടുത്തത്. ഓക്കെ, കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എഴുതാനുള്ളത്, നമുക്ക് ചില സമയങ്ങളിൽ ഈ കോമ വേണ്ട, നമ്മളിത് ഈക്വൽ ടു കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പ്ലസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്യും, ഇത് ഹിസ്റ്ററി വാല്യൂയിലേക്ക് പോകണം. പക്ഷേ ഹിസ്റ്ററി വാല്യൂ വരുമ്പോഴത്തേക്ക് ഇത് എന്ത് വേണ്ട, ഇതിന് ഈ കോമ വേണ്ട. അപ്പോൾ കോമ വേണ്ടാത്തതിന് നമുക്ക് വീണ്ടും ഒരു ഫംഗ്ഷൻ എഴുതി കൊടുക്കാം. ഫംഗ്ഷൻ എന്താ ചെയ്യേണ്ടത്, റിവേഴ്സ് എന്ത് ചെയ്യണം, റിവേഴ്സ് നമ്പർ ഫംഗ്ഷൻ. ഓക്കെ, റിവേഴ്സ് നമ്പർ ഫംഗ്ഷനകത്ത് നമ്മൾ വീണ്ടും ഒരു നമ്പർ, ഏത് നമ്പറിനാണ് നമ്മൾ റിവേഴ്സ് ചെയ്യേണ്ടതെന്നുള്ളത് പാസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, റിട്ടേൺ നമ്പർ നമ്മൾ ഏത് നമ്പറിനാണോ ചെയ്യേണ്ടത്, നമ്പർ ഡോട്ട് റീപ്ലേസ്, അതിന് എന്ത് ചെയ്യണം, ആ റീപ്ലേസ് ചെയ്യേണ്ടത് എന്തിനെയാണ്, നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് എന്തിനെയാണ് എന്നുള്ളതിനെ നമ്മൾ ഈ
ഒരു സ്ലാഷ്, എന്നിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് കോമയല്ലേ, അപ്പോൾ കോമ നടുക്ക് കൊടുത്തു, എന്നിട്ട് /G. ഓക്കെ, നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് എന്തിനെയാണോ അത് //Gയുടെയും നടുക്ക് കൊടുത്തു. എന്നിട്ട് നമുക്ക് അതിനെ എന്ത് വെച്ചാണ് റീപ്ലേസ് ആക്കേണ്ടത്? അതിനെ നമ്മൾ ഒരു empty ക്യാരക്ടർ, നമുക്കവിടെ ഒന്നും വേണ്ട, നമുക്കത് എന്തിനു വെച്ചാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അവിടെ പാസ് കൊടുക്കും. മൂന്നാമതായിട്ട് നമ്മൾ പാസ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളവിടെ അവിടെ ആ കോമ മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും വേണ്ട, മനസ്സിലായി? അവിടെ ഒരു empty ആക്കി ഇട്ടിരുന്നാൽ മതി. നമുക്ക് ആ empty ആക്കി ഉള്ളത് നമ്മൾ നമ്പറാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അവിടെ ചെയ്ത കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്കിപ്പം ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് റിവേഴ്സ്, നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ അകത്തേക്ക് റിവേഴ്സ് നമ്പർ ഫംഗ്ഷൻ അകത്തേക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഒരു പ്രിൻ്റ് ഔട്ട്പുട്ടിനെ കൂടെ നമുക്ക് കടത്തിവിടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്താണ് ഞാൻ ഉദ്ദേശിച്ചെന്നുള്ളത്. ഓക്കെ, കൺഫ്യൂഷൻ ആക്കണ്ട കൂടുതൽ, വേണ്ട, അല്ലെങ്കിൽ ഇത് വേണ്ട, നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ, നമുക്ക് കുറച്ച് കൂടുതൽ നമുക്ക് ചെയ്യുമ്പോൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്തത് എന്താണ്? ഇതേപോലുള്ള കോമാസ് സെപ്പറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്തത് ഈ കോമാസ് സെപ്പറേറ്റഡ് അല്ലാത്ത വാല്യൂസിനെയാണ്. ഓക്കെ, നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്കിങ്ങനെ കോമാസ് വേണ്ടാത്ത കാര്യങ്ങൾ വരും. നമ്മളിപ്പോൾ പ്ലസ് അടിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഇത് ഹിസ്റ്ററിയിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കോമ വേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ഫംഗ്ഷനാണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശമുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഔട്ട്പുട്ട്, നമ്മുടെ റിസൾട്ടിൻ്റെ ഭാഗമെല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഓപ്പറേറ്ററുകളിലേക്ക് വരാം. ഓക്കെ, നമുക്ക് ആദ്യം ഓപ്പറേറ്റർ നോക്കാം. വാർ ഓപ്പറേറ്റർ എന്ന് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡോക്യുമെൻറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാം? ഗെറ്റ് എല്ലാ എലമെൻറ്റിനെ എടുത്തുകൊണ്ട് വരാൻ പറയാൻ വേണ്ടി പോവാണ് നമ്മൾ. ഓക്കെ, ഗെറ്റ് എലമെൻറ്റ് ബൈ ക്ലാസ് നെയിം. എലമെൻറ്റ്സ്, വെറും എലമെൻ്റ് അല്ല, എലമെൻറ്റ്സ്. ഓക്കെ, നമുക്ക് ചെറുതായിട്ടൊരു കോഡ് വന്നതാണ്. ഓക്കെ, വാർ ഓപ്പറേറ്റർ ഈസ് ഈക്വൽ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ്സ് ബൈ ക്ലാസ് നെയിം. എന്ത് ചെയ്യാണ്? ഓപ്പറേറ്റർ എന്ന ക്ലാസ് ഉള്ള എല്ലാത്തിനെയും എടുത്തുകൊണ്ട് വരാനാണ് നമുക്ക് പറഞ്ഞത്. എല്ലാത്തിനെയും എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു സാധനത്തിലേക്ക്, ഇല്ലെങ്കിൽ ഈ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഓപ്പറേറ്റർ നമുക്ക് അവിടെ പോയി കോപ്പി ചെയ്തുകൊണ്ട് വരാം. ഓപ്പറേറ്റർ എന്ത് ചെയ്യാം? എല്ലാ ഓപ്പറേറ്ററുകളെയും നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് കാണണോ എന്താണ് ഇപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത്? ഇപ്പോൾ നമ്മളിപ്പോൾ console.log അടിക്കുകയാണെങ്കിൽ console.log എന്തിനാണ് ലോഗ് ചെയ്യേണ്ടത്? ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിളിനെ നമ്മളിപ്പോൾ കാണിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇൻസ്പെക്ട് ചെയ്ത് നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്പറേറ്ററിനകത്തുള്ള വാല്യൂസ് കണ്ടോ? HTML കളക്ഷനാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. എന്തൊക്കെയാണ്? ബട്ടൺ, എല്ലാ ക്ലാസ്സുകളും, ബട്ടൺ ക്ലിയർ ഉണ്ട്, ബട്ടൺ ബാക്ക് സ്പേസ് ഉണ്ട്, ബട്ടൺ എല്ലാ ഓപ്പറേറ്ററുകളും ഇപ്പോൾ എവിടെയുണ്ട്? നമ്മുടെ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിളിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മുടെ ഒരു വേരിയബിളിൽ എല്ലാ ഓപ്പറേറ്ററുകളും കയ്യിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പറേറ്ററുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ നമ്പറുകൾ അടിച്ചിട്ട് പ്ലസ് ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ അഡീഷൻ ചെയ്യണം, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ പല ഫംഗ്ഷനുകൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമുക്ക് അപ്പോഴെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? ക്ലിക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എഴുതാൻ പോകുന്നത് വാർ ഓപ്പറേറ്റർ നമ്മൾ കൊടുത്തു. നമുക്ക് ലൂപ്പ് ചെയ്യാം. ഓക്കെ, ലൂപ്പ് ചെയ്യാം. നമുക്ക് ഓരോ പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവങ്ങൾ വരണമെന്ന്, അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന കോഡ് റിപ്പീറ്റ് ആവണം. അതിനുവേണ്ടി നമ്മൾ ഫോർ ലൂപ്പ് ചെയ്തു. നമുക്ക് അതിനകത്ത് വാർ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്ററേഷൻ്റെ മീനിങ് ആണ്. എന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് ആ കോഡ് റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ എപ്പോഴൊക്കെ ഒരു ഫംഗ്ഷൻ ഒരു കാര്യം ചെയ്യുന്നു അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. വാർ ഐ ഈക്വൽ ടു 0, അവിടെ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിച്ചിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ഐ ലെസ് ദാൻ ഓപ്പറേറ്റർ ഡോട്ട് ലെങ്ത്. ഓക്കെ, കൺഫ്യൂഷൻ ആക്കണ്ട, പറയാം. ഐ പ്ലസ് പ്ലസ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓരോ വട്ടം നമ്മൾ ഐയിൽ എവിടെ, ഐ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേറ്ററിൽ എവിടെ ക്ലിക്ക് ചെയ്താലും നമ്മുടെ ഈ ഒരു കോഡ് വർക്കാവണം. എന്ന് വെച്ചാൽ ഓപ്പറേറ്ററിൻ്റെ ലെങ്ത് 1, 2, 3, 4, 5, 6, 7, 8 ഇത് ഏത് ഓപ്പറേറ്ററിൽ നമ്മൾ കൊണ്ടുവന്നാലും
ഒരു ഫംഗ്ഷൻ റൺ ആവണമെന്നാണ് പറയുന്നത്. നമ്മൾ ആ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് ആ ഫംഗ്ഷൻ എഴുതാം. എന്താണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഓപ്പറേറ്റർ ഏതാണോ ക്ലിക്ക് ചെയ്യുന്നത് ഓപ്പറേറ്ററായി. ഇത് ചിലപ്പം കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഏതിലാണോ നമ്മൾ എന്ത് ഓപ്പറേഷനാണ് ചെയ്യുന്നത് അതിനൊരു ക്ലിക്ക് ഇവൻറ്റ്, ആഡ് ഈവൻറ്റ്, ഓക്കെ, LISTENER, ആഡ് ഈവൻറ്റ് ലിസണർ. എന്താണ് ഒരു ഈവൻറ്റ് അവിടെ നമ്മൾ കൊടുത്തു. എന്ത് ഈവൻ്റാണ് നമ്മളവിടെ കൊടുത്തത്? അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിസണർ നമ്മളോട് കൊടുത്തു. നമ്മൾ ഓപ്പറേറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് വരേണ്ടതെന്നാണ് നമുക്കവിടെ നോക്കേണ്ടത്. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ഫംഗ്ഷനാണ് അവിടെ നടക്കേണ്ടത്? ഫംഗ്ഷൻ പാരന്തസിസ് ഓപ്പൺ ചെയ്തു, അവിടെ ഒരു കർലി ബ്രാക്കറ്റും കൂടെ ഓപ്പൺ ചെയ്തു. കാരണം എന്ത് നടക്കണം? നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നോക്കാം. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? console.log അടിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു അലേർട്ട് ചെയ്യാം. അലേർട്ട് കൊടുക്കാം. അലേർട്ട് എന്ത് ചെയ്തു? ജസ്റ്റ് ഒരു യു ക്ലിക്ക്ഡ് ദി എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വേറെ നമ്മൾ ഏതിനെയാണോ ക്ലിക്ക് ചെയ്ത് അതിനെ നമുക്ക് കൺകാറ്റിനേറ്റ് ചെയ്യാം. ഓക്കെ, this.id. ഓക്കെ, മനസ്സിലായോ? ജസ്റ്റ് ഒരു അലേർട്ട് ഇവൻറ്റ്. നമ്മളിപ്പോൾ എന്താ എഴുതി കൊടുത്തത്? നമ്മളൊരു ക്ലിക്ക് ഫംഗ്ഷൻ എഴുതി കൊടുത്തു അല്ലേ? നമ്മൾ ഇതിനകത്ത് എവിടെ എന്തൊക്കെ നമ്മൾ ഓപ്പറേറ്ററിൽ എവിടെ ക്ലിക്ക് ചെയ്താലും ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? അവിടെ ഒരു അലേർട്ട് വരണം. ഓക്കെ, ഇപ്പോൾ സിയിൽ ക്ലിക്ക് ചെയ്തപ്പം ഓക്കെ, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്താണെന്ന് നോക്കാം. ഇത് സ്വാഭാവികമാണ്. നമുക്ക് ഇങ്ങനെ ചെയ്ത് നമുക്ക് ഡീബഗ് ചെയ്ത് വേണം ചെയ്യാൻ. ഓക്കെ, അൺകോട്ട് സിൻടാക്സ് എറർ മിസ്സിംഗ് ആഫ്റ്റർ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്. ഓക്കെ, script.jsൽ 29 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ 29 എന്താണ് ഉള്ളത്? ഓക്കെ, നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. ഇതാണ് പ്രശ്നം. ഓപ്പറേറ്ററിൻ്റെ സ്പെല്ലിങ് തെറ്റിക്കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നമാണ്. ഓക്കെ, നമ്മൾ ടൈപ്പോസ് ഭയങ്കര വലിയ പ്രശ്നമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം. വീണ്ടും 21 റീഫ്രഷ് ചെയ്തായിരുന്നു. ഓക്കെ, നമുക്കവിടെ ഇപ്പോൾ എന്താണ് പ്രശ്നം? ഓപ്പറേറ്റർ ഡോട്ട് ലെങ്ത് ആഡ് ഈവൻറ്റ് ലിസണറിന് സ്പെല്ലിംഗ് തെറ്റാണോ? EVNLISTENER ആഡ് ഈവൻറ്റ് ലിസണർ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. വേറെങ്ങും അല്ല പ്രശ്നം, നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷൻ്റെ സ്പെല്ലിംഗാണ് തെറ്റ്. FUNCTION ഫംഗ്ഷൻ്റെ പ്രശ്നമാണ് തെറ്റ്. ഓക്കെ, ഇപ്പോൾ this.id കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ID. ഇപ്പോൾ നമ്മുടെ ഓരോന്നിനും IDs ഉണ്ടല്ലോ. നമ്മൾ ഏതിനാണ് ക്ലിക്ക് ചെയ്യുന്നത് അതിനെ അതിനെ അലേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ആ എറർ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പറേറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ യു ക്ലിക്ക്ഡ് ദ ക്ലിയർ ഓപ്പറേറ്റർ. ഓക്കെ, ക്ലിയർ എന്ന് പറഞ്ഞ സാധനത്തിലാണ് ക്ലിക്ക് ചെയ്തത്. ഓക്കെ, സിയിൽ ബാക്ക് സ്പേസിലാണ് ക്ലിക്ക് ചെയ്തത്. അതേപോലെ തന്നെ ഓക്കെ അതിലാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ഓരോ ഓപ്പറേറ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും? ആ ഒരു അലേർട്ട് തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഓരോന്നിനെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ലോജിക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്പേഴ്സിനും കൂടെ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ നമ്പേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വേണം? നമ്പേഴ്സിനും നമുക്ക് എന്ത് വേണം? ഇതേപോലുള്ള സംഭവങ്ങൾ എഴുതി കൊടുക്കണം. എന്ത് ചെയ്യാം? നമ്പേഴ്സിന് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പം നമുക്ക് നമ്പേഴ്സിനെല്ലാം ഇതേപോലുള്ളൊരു ആർഗ്യുമെൻറ്റിലാക്കണ്ടേ? നമുക്ക് മൊത്തത്തിൽ കോപ്പി ചെയ്ത് താഴെ കൊണ്ടുവന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം. അവിടെ ഓപ്പറേറ്റർ എല്ലായിടത്തും മാറ്റുക. അവിടെ ഉണ്ട് ഓപ്പറേറ്റർ, അവിടെ ഉണ്ട് ഓപ്പറേറ്റർ, ഇവിടെ ഉണ്ട് ഓപ്പറേറ്റർ. നമുക്ക് ഈ ഓപ്പറേറ്ററിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം? അയ്യോ നമുക്ക് ഓപ്പറേറ്ററിനെ മാറ്റിയിട്ട് നമുക്ക് അല്ലാണ്ട് ചെയ്യാം. ഓക്കെ, കോപ്പി ഓരോയിടത്തും പോയിട്ട് മാറ്റി കൊടുക്കാം. ഇവിടെ ഓക്കെ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? നമ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുക? ഇപ്പോൾ നമ്മൾ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ ഒന്നും വരത്തില്ല. ഓക്കെ, നമ്മൾ റീഫ്രഷ് ചെയ്തപ്പോൾ നമ്മുടെ ഓപ്പറേറ്റർ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അലർട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് വേണം? നമ്മൾ അതിൻ്റെ ID ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ റീഫ്രഷ് ചെയ്തിട്ട് നമ്മൾ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും? യു ക്ലിക്ക് ചെയ്ത് നമ്പർ 7. ഓക്കെ, 8ൽ ക്ലിക്ക് ചെയ്തെന്ന് അവർക്ക് മനസ്സിലായി. 9ലാണ് ക്ലിക്ക് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ലോജിക്ക്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് ഇതിനകത്തുള്ള ഡമ്മി കണ്ടന്റുകളെല്ലാം മാറ്റാം. ഇതിനകത്തുള്ള അലേർട്ട് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം മാറ്റിയിട്ട് നമുക്കിനി അവിടെ ലോജിക്കുകൾ എഴുതി പഠിക്കാം. ഇനിയാണ് നമ്മൾ ഓരോരോ ലോജിക്കുകൾ വരുന്നത്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. ജസ്റ്റ് ഇതൊരു ഫണ്ടമെൻ്റൽ ബേസിക്സുകളാണ് ഇതൊക്കെ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഉള്ള എല്ലാ സംഭവങ്ങളും ഏകദേശം എല്ലാ ലോജിക്കുകളും ക്ലിയർ ആവാനുള്ള ചാൻസ് ഇതിൽ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് if this.id
ഐ ഡി എന്താ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമ്മുടെ ഈ സിയെ നമുക്ക് നോക്കാം. ഈ സി ക്ലിക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം, എല്ലാ വാല്യൂവും ക്ലിയർ ആവണം. ഹിസ്റ്ററിയിലുള്ളതും ഔട്ട്പുട്ടിലുള്ളതും എല്ലാം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ക്ലിയർ ആയി പൊക്കണമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഇഫ് ദിസ് ഡോട്ട് ഐ ഡി ഈക്വൽ ടു എന്താണ്, ഈക്വൽ ടു എന്താണ്, ക്ലിയർ എന്ന് പറഞ്ഞ ഐ ഡി ആണ് വരുന്നതെങ്കിൽ, ഓക്കെ, നമ്മളിപ്പോൾ ഇതിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ഇതിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുക, പ്രിൻ്റ് ഔട്ട്പുട്ട് എന്ത് ചെയ്യുക, എം ഡി ആക്കുക, കളയുക, അവിടെ നള്ളാക്കുക, അതിനകത്തൊന്നും വേണ്ട, ഓക്കെ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതിനർത്ഥം പറഞ്ഞാൽ അതിനുള്ളിലൊന്നും ഇല്ല. പ്രിൻ്റ് ഹിസ്റ്ററിയും പ്രിൻ്റ് ഔട്ട്പുട്ടും പ്രിൻ്റ് ഹിസ്റ്ററിയും എന്ത് ചെയ്യുക, അവിടെ നള്ളാക്കി കൊടുക്കുക, ഓക്കെ, അവിടെ ഒന്നും വേണ്ട. ഇപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം, ജസ്റ്റ് നമുക്ക് ഇവിടെ നമുക്ക് വാല്യൂ പാസ് കൊടുക്കാം, ഓക്കെ, ഹായ് ഒന്നും വേണ്ട, 789, ഓക്കെ, ഔട്ട്പുട്ടിൽ 1 2 3 4 0, ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ റീഫ്രഷ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സി ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ 2 വാല്യൂസും ഫുള്ള് ഒഴിഞ്ഞു പോകണം. അപ്പോൾ സി ക്ലിക്ക് ചെയ്യാൻ എന്ത് ചെയ്യും, ഫുള്ള് പോയി, ഓക്കെ. പക്ഷെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 0 വന്നിട്ടുണ്ട്. നമുക്ക് ഈ 0യും വേണ്ട, എന്ത് ചെയ്യണം, 0 വേണ്ട, 0യും നമുക്ക് കളയണം. അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാം, അതിന് നമുക്ക് പ്രിൻ്റ് ഔട്ട്പുട്ടിന് ഇവിടെ ഒരു ചെക്ക് പറഞ്ഞു കൊടുക്കാം, ഓക്കെ. അവിടെ എന്താണ് ചെക്ക്, അവിടെ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം, ഇഫ് നം ഈക്വൽ ടു എന്താണ്, ഇതാണ് വരുന്നതെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കാം, അവിടെ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് ഡോക്യുമെൻറ്റ് ഡോട്ട് എൽസ് എന്താണ്, എൽസ് ആണെങ്കിൽ അതെന്ത് വാല്യൂ ആണോ വരുന്നത് അതിനെ കൂടെ കാണിക്കാൻ പറഞ്ഞേക്കാം, ഓക്കെ. നമുക്കതിനെ ചെക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് ക്ലിയർ കൊടുക്കുമ്പോൾ എന്താവും, പോയിട്ടില്ല, നമ്മൾ റീഫ്രഷ് ചെയ്തിട്ടില്ല, ഓക്കെ. അവിടെ എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഓക്കെ. അവിടെ എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ചെക്ക് അവിടെ വേണ്ട, ഗെറ്റ് ഫോർമാറ്റഡ് നമ്പർ എന്നുള്ള സംഭവം അവിടെ വേണ്ട. നമുക്ക് അവിടെ ജസ്റ്റ് നമ്പർ മാത്രം പാസ് ചെയ്തത്, നമ്മുടെ എം ടി ആണെങ്കിൽ അവിടെ എം ടി തന്നെ കാണിക്കുക, ഓക്കെ. റീഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അത് മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അപ്പോൾ അവിടെ ഒന്നും വേണ്ട, സി അടിച്ചു കഴിഞ്ഞാൽ മൊത്തം പോകണം, എം ടി ആണെങ്കിൽ എം ടി കാണിക്കുക, ഓക്കെ. അപ്പോൾ നമ്മുടെ ക്ലിയറിൻ്റെ സംഭവം അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചെക്ക് ചെയ്യാം, അല്ലേ, എൽസ് ഇഫ്. അടുത്ത കണ്ടീഷൻ നമ്മൾ എങ്ങനെ എഴുതും, എൽസ് ഇഫ് എന്ന് സ്റ്റാർട്ട് ചെയ്യും. എൽസ് ഇഫിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഡോട്ട് നമുക്ക് അടുത്ത് എന്തായാലും ചെക്ക് ചെയ്യേണ്ടത്, സി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഓരോ വാല്യൂസ് ആയിട്ട് മാത്രം പോയാൽ മതി, എല്ലാം കൂടെ ഒന്നിച്ച് പോകണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് ദിസ് ഡോട്ട് ഐ ഡി ഈക്വൽ ടു എന്താണ് നമ്മുടെ ഐ ഡിയുടെ പേരെന്താണ്, സി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ഐ ഡിയാണ് വരേണ്ടത്, അവിടെ എന്ത് ഐ ഡിയാണ് വരേണ്ടത്, ബാക്ക് സ്പേസിലാണ്, അവിടെ പാരാന്തസിസ് ആണ്, കർലി ബ്രാക്കറ്റ് അല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡീഫ് കണ്ടീഷൻ കഴിഞ്ഞിട്ട് അവിടെ ഒരു പാരാന്തസിസ് ഇടുക, അത് കഴിഞ്ഞിട്ടാണ് കർലി ബ്രാക്കറ്റ് വരുന്നത്, ഓക്കെ. അപ്പോൾ ദിസ് ഡോട്ട് ബാക്ക് സ്പേസ് ആണ് നമ്മൾ വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കയ്യിലെടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു വാർ ഔട്ട്പുട്ട് ഈക്വൽ ടു എന്ത് ചെയ്യാം, നമുക്ക് അതിനെ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിനെ മറ്റേ കോമ വേണ്ട, നമുക്ക് ഔട്ട്പുട്ട് കളയാൻ വേണ്ടി. അപ്പം ഗെറ്റ് ഔട്ട്പുട്ട്, എന്നിട്ട് എന്ത് ചെയ്യാം, ഔട്ട്പുട്ടിനെ എടുത്തിട്ട് അത് നമുക്ക് തന്നെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം ടു സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുക, അതിനെ ഇങ്ങനെ കുറയ്ക്കാൻ പറ്റുള്ളൂ, ഓക്കെ. നമ്മളതിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ കൊടുത്തു. എന്നിട്ട് ഒരു ഈഫ് കണ്ടീഷൻ എഴുതി കൊടുക്കുക, അവിടെ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ, ഓക്കെ. അവിടെ ഇല്ലാത്ത അവസ്ഥകളിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാമല്ലോ, നമുക്കിപ്പോൾ ഇങ്ങനെയും ക്ലിക്ക് ചെയ്യാമല്ലോ, നമ്മൾ ഔട്ട്പുട്ടില്ല ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് സി ക്ലിക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ മാത്രം ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഔട്ട്പുട്ട് എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട്, നമ്മുടെ ഈ ഒരു ഔട്ട്പുട്ട് നമ്മൾ ഈ ഒരു വാറിലേക്ക് എടുത്തില്ലേ, ആ ഔട്ട്പുട്ടിന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വിളിക്കാം, ഔട്ട്പുട്ട് ഡോട്ട് സബ്സ്ട്രിങ്,
ഓക്കെ. സബ് എസ് ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് സ്ട്രിങ്. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം? ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്ത് ഔട്ട്പുട്ട് ഡോട്ട് ലെങ്ത് -1. ഓക്കെ. അതിൽ ഔട്ട്പുട്ടിലുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ലെങ്തിൽ, മൊത്തം ലെങ്തിൽ നിന്ന് അവസാനത്തെ ഒരു വാല്യൂ മാത്രം കുറയ്ക്കുക. കുറച്ചിട്ട് അതിനെ എന്ത് ചെയ്യുക? പ്രിൻ്റ് ഔട്ട്പുട്ട് ഏതാ? ഈ ഔട്ട്പുട്ടിനെ പ്രിൻ്റ് ചെയ്യിക്കുക. നമ്മൾ കുറച്ച് ഔട്ട്പുട്ടിനെ പ്രിൻ്റ് ചെയ്യുക. കൺഫ്യൂഷൻ ആക്കണ്ട, ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്പാണിത്. സ്റ്റെപ്പെന്ന് ഉദ്ദേശിച്ച് സ്റ്റെപ്പാണ്, എളുപ്പമുള്ള സാധനമാണ്. അതെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇഫ് ഔട്ട്പുട്ട്, ഓക്കെ, ഇഫ് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഡോട്ട് സബ് സ്ട്രിങ്, നമ്മുടെ ഇവിടെ സ്ട്രിങ് ആക്കിയല്ലേ, നമ്മുടെ ഈ ഒരു ഔട്ട്പുട്ടിനെ നമ്മളിവിടെ റിവേഴ്സ് നമ്പറിനെ നമ്മൾ എന്താക്കി, നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് ഒരു നമ്പർ കിട്ടും. ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തിട്ട് സ്ട്രിങ്ങിലേക്ക് മാറ്റി. ആ സ്ട്രിങ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രിങ്ങിൽ ഒരു ചെറിയൊരു പരിപാടി ചെയ്യാം. സബ് സ്ട്രിങ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. സബ് STR സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ചുകൂടെ. അപ്പോൾ ആ മെത്തേഡ് എന്താ ചെയ്യുന്നത്? അത് തുടക്കം മുതലുള്ള എവിടം വരെ കാണിക്കണമെന്നുള്ളതിന് അവർ തുടക്കം മുതൽ എവിടം വരെ അവർ അതിനെ മുറിച്ച് കാണിക്കണം. അത് എവിടം മുതൽ എവിടം വരെ കാണിക്കണമെന്നുള്ളതിനാണ് അവർ പറയുന്നത്. അപ്പോൾ 0 മുതൽ ആ ഒരു ഔട്ട്പുട്ടിൻ്റെ അവസാനത്തിൽ നിന്നും ഒരെണ്ണം കുറച്ചിട്ടുള്ളതിന് മാത്രം കാണിക്കുക. ഓക്കെ, അതിനെ മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ അതിനടുത്ത് കളയുകയല്ല ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത് അതിന് അവസാനത്തെ സംഭവങ്ങൾ മാത്രം ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, നിങ്ങളത് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ആ ഒരു ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? പ്രിൻ്റ് ഔട്ട്പുട്ട് ഉദ്ദേശിച്ച് വെച്ച് നമ്മൾ അതിനെ ഔട്ട്പുട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു വാല്യൂ കടത്തിവിടാം. പ്രിൻ്റ് ഔട്ട്പുട്ട് 1 2 3 4 5 6 7 8 9. ഓക്കെ, അപ്പോൾ ഒരു വലിയൊരു വാല്യൂ ഇവിടെ വരും ഇപ്പോൾ. ഓക്കെ, ഇത്രയും വാല്യൂ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോ വാല്യൂട്ടി കളയണം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ എഴുതി കൊടുത്ത ഫംഗ്ഷൻ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ഒരെണ്ണത്തിനെ ഈ 0 മുതൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ ഉള്ളതിനെ എടുക്കും, മൊത്തം എടുക്കും. ഓക്കെ, 0 തൊട്ട് ഔട്ട്പുട്ട് ഡോട്ട് ലെങ്ത്. ഓക്കെ, എന്നിട്ട് അവരെന്ത് ചെയ്യും? അവിടുന്ന് ഒരെണ്ണത്തിനെ മാത്രം കുറച്ചിട്ട് ഇതിനെ മാത്രം കാണിക്കും. അതാണ് ഇപ്പോൾ അവർ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അയ്യോ, വർക്കാവുന്നില്ലല്ലോ. നോക്കാം, സ്വാഭാവികം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെയും തെറ്റില്ല. അപ്പോൾ എന്താണ് നമ്മുടെ സാധനത്തിൻ്റെ പ്രശ്നം? സാധാ പ്രശ്നം തന്നെ. എന്താണ്? ഔട്ട്പുട്ട് എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് സാധനം വർക്കാവാത്തത്. ഔട്ട്പുട്ട് ഡോട്ട് സബ് സ്ട്രിങ് ആണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ എറർ മാറുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഓരോന്നോരോന്നാണ്ട. അപ്പോൾ വർക്കായി. ടൈപ്പ് എറർ മാത്രമേ വരുള്ളൂ. നമുക്കിങ്ങനെ ഉണ്ടോ കണ്ടോ. അപ്പോൾ ഓരോന്നോരോന്നിട്ട് കുറഞ്ഞ നമുക്ക് അവസാനം എല്ലാത്തിനും കളയണമെങ്കിൽ C ക്ലിക്ക് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് ലോജിക്ക് അവിടെ ക്ലിയർ ആയിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ എല്ലാ ഓപ്പറേറ്റേഴ്സും നമുക്ക് ഒറ്റ ഒരു സംഭവം എഴുതി കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എൽസ്. ബാക്കി എന്ത് ക്ലിക്ക് ചെയ്താലും നീ എന്ത് ചെയ്യണം? അവിടെ നീ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കവിടെ താഴോട്ട് എഴുതി കൊടുക്കാം. അതിന് നമുക്ക് ആദ്യം 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. var ഔട്ട്പുട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതൊക്കെയാണ് ക്ലിക്ക് ചെയ്യേണ്ടതല്ലേ? ഇതൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിലുള്ള വാല്യൂ എവിടെ പോകണം? ഹിസ്റ്ററിയിലേക്ക് പോകണം. ഇപ്പോൾ 98 ക്ലിക്ക് ചെയ്ത് പ്ലസ് അടിക്കുമ്പോൾ ഇതെന്ത് ചെയ്യണം? മേളിൽ പോയിട്ട് നമുക്ക് അടുത്ത വാല്യൂ അടിക്കാൻ പറ്റണം. അടുത്ത വാല്യൂ കൂട്ടണ്ടേ? എന്നിട്ട് നമ്മൾ ഈക്വൽ ടു അടിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, var എന്ത് ചെയ്യാം? നമുക്ക് 2 വേരിയബിൾ എടുക്കാം. var ഔട്ട്പുട്ട് ഈക്വൽ ടു ഇപ്പോൾ ഉള്ള ഔട്ട്പുട്ടിനെ നമ്മൾ എന്തെടുത്തു? എടുക്കണം. അപ്പോൾ ഗെറ്റ് ഔട്ട്പുട്ട് ഇപ്പോൾ എന്താണ് അവിടെ ഉള്ളത് അതിനെ നമ്മുടെ ഈ ഒരു വേരിയബിളിലേക്ക് എടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? var ഹിസ്റ്ററിയെ നമ്മൾ എന്തെടുത്തു? var ഹിസ്റ്ററി വേരിയബിളാണ്, എടുത്തിട്ടില്ല ഇതുവരെ. var ഹിസ്റ്ററി ഈക്വൽ ടു ഗെറ്റ് ഹിസ്റ്ററി. ഓക്കെ, നമ്മൾ മേളിലേക്ക് ഡിഫൈൻ ചെയ്ത് കൊടുത്തത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതാണ് ആ സാധനം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇഫ് നമുക്കിവിടെ കണ്ടീഷൻ എഴുതാം. ഇഫ് ഔട്ട്പുട്ട് അതെന്താ സംഭവം മനസ്സിലായോ? നോട്ട് എന്നാണ് അർത്ഥം. അവിടെ ഔട്ട്പുട്ട് empty അല്ല എങ്കിൽ, ഓക്കെ, ആ എക്സ്ക്ലമേറ്ററിയുടെ അർത്ഥം അവിടെ അല്ല എങ്കിൽ നോട്ട്. ഇഫ് ഔട്ട്പുട്ട് ഈസ് നോട്ട് empty, എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് empty അല്ല എങ്കിൽ var ഡോട്ട് റിസൾട്ട്. ഇപ്പോൾ അവിടെ ഔട്ട്പുട്ട് റിസൾട്ട് കൺഫ്യൂഷൻ ആയല്ലോ. ഓക്കെ, var ഇഫ് ഔട്ട്പുട്ട് empty അല്ല എങ്കിൽ ഔട്ട്പുട്ട് ഈക്വൽ ടു റിവേഴ്സ് നമ്പർ ഫോർമാറ്റ്. ഇത് നേരത്തെ എഴുതി കൊടുത്തു അല്ലേ? അതെന്താണ് എഴുതി കൊടുത്തത്? റിവേഴ്സ് നമ്പർ ഫോർമാറ്റ്.
അവിടെ ഔട്ട്പുട്ട് എം ടി അല്ലെങ്കിൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ മണ്ടേ കൊണ്ടുപോകണ്ടേ, അതിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ എഴുതുന്നത്. ഓക്കെ, റിവേഴ്സ് നമ്പർ ഫംഗ്ഷൻ എന്നാണ്, റിവേഴ്സ് നമ്പർ ഫംഗ്ഷൻ. ഓക്കെ, റിവേഴ്സ് നമ്പർ ഫംഗ്ഷൻ എന്താണ് എന്താക്കാൻ പറഞ്ഞു? നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ആ വാല്യൂയിലേക്ക് എടുക്കാൻ പറഞ്ഞു. ഔട്ട്പുട്ട് അതിനെ കോമ സെപ്പറേറ്റ് ചെയ്ത വാല്യൂസ് ആയിട്ട് മാറ്റാൻ പറഞ്ഞു. കോമ സെപ്പറേറ്റ് ചെയ്ത വാല്യൂസിൽ നിന്നും സാധാ നമ്പറിലേക്ക് മാറ്റാൻ പറഞ്ഞു. എന്നിട്ട് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് ഇൻറ്റൻറ്റ് ചെയ്യുക. ഓക്കെ, അതിനുള്ളിലാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഔട്ട്പുട്ടിനെ എടുത്തു. ഇനി എന്താ? ഹിസ്റ്ററി. ഹിസ്റ്ററി ഈക്വൽ ടു ഹിസ്റ്ററി പ്ലസ് ഔട്ട്പുട്ട്. കിളി പറഞ്ഞിരിക്കുകയാണോന്ന് അറിയത്തില്ല. ഇതിൻ്റെ അർത്ഥം, ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് പഠിച്ചു, ഇതൊക്കെ പഠിച്ചല്ലേ, ഇതൊക്കെ മനസ്സിലായി. ക്ലിയർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ഫംഗ്ഷൻ ബാക്ക് സ്പേസ് എന്താണെന്നുള്ളത്. ഇനി എൽസിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ഏത് വാല്യൂ ക്ലിക്ക് ചെയ്താലും എന്ത് ചെയ്യണം? ഈ ഔട്ട്പുട്ടിലുള്ള വാല്യൂ ഹിസ്റ്ററിയിലേക്ക് പോകണം. അപ്പോൾ അതിനെന്ത് ചെയ്തു? നമ്മൾ ഔട്ട്പുട്ടിലുള്ള വാല്യൂവിനെ എടുത്തു, ഹിസ്റ്ററിയിലേക്കുള്ള വാല്യൂ എടുത്തു. അപ്പോൾ ഔട്ട്പുട്ടിലുള്ള വാല്യൂവിനെ അല്ലേ നമുക്ക് ഇനി ഹിസ്റ്ററിയിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും വാല്യൂ ഉള്ളതിനെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഇതുപോലെ വേരിയബിളിലേക്ക് ആക്കിയിട്ട് ആ ഔട്ട്പുട്ടിനെ ആ ഒരു വേരിയബിളിലേക്ക് ആക്കി. അതേപോലെ ഹിസ്റ്ററി വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് എന്ത് ചെയ്ത് ഹിസ്റ്ററിയിലേക്ക് ആക്കി. ഓക്കെ, എന്നിട്ട് ഔട്ട്പുട്ട് എം ഡി അല്ല എങ്കിൽ, ഓക്കെ, അവിടെ നമ്പർ ഉണ്ട്, ഇവിടെ ഒരു നമ്പർ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരെന്താ പറയുന്നത്? ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുക? ആ കോമ സെപ്പറേറ്റ്, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എല്ലാം കോമയായിട്ടല്ലേ വരുന്നത്. ആ കോമ ഉള്ളതിനെ മാറ്റിയിട്ട് വേറെ നമ്പർ ആക്കുക. ആ നമ്പർ ആക്കിയിട്ട് ഈ ഹിസ്റ്ററിയുടെ വാല്യൂയിലോട്ട് അപ്പൻഡ് ചെയ്യുക. ഓക്കെ, ഹിസ്റ്ററി ഈക്വൽ ടു ഹിസ്റ്ററി ഡോട്ട് ഹിസ്റ്ററി പ്ലസ് ഔട്ട്പുട്ട് അപ്പൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമുക്കിനി അടുത്തത് ആ ഹിസ്റ്ററി വാല്യൂ നമുക്കവിടെ വേണ്ട. ഓക്കെ, ആ ഹിസ്റ്ററിയിലോട്ട് അപ്പൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് എന്തുണ്ട്? ഈക്വൽ ടു സൈൻ അടിക്കുവാണെങ്കിൽ ആ ഹിസ്റ്ററിയുടെ വാല്യൂവിനുള്ളതിനെ അത് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്. നിങ്ങൾക്കത് കുറച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് മാറും. ഓക്കെ, ഇഫ് ദിസ് ഡോട്ട് ഐ ഡി ഈക്വൽ ടു എന്താണ്? നമ്മൾ ഈക്വൽ ടു ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, നമ്മളിത് ഇവിടെയുള്ള എല്ലാ ഓപ്പറേറ്ററിനെ അപേക്ഷിച്ച് നമ്മളിപ്പോൾ ഈക്വൽ ടു ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ ഹിസ്റ്ററിയിലുള്ള വാല്യൂ നമ്മളിപ്പോൾ പറഞ്ഞു, ഔട്ട്പുട്ടിനെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹിസ്റ്ററിയിലോട്ട് ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഹിസ്റ്ററിയിലുള്ള വാല്യൂവിന് എന്താക്കണം? ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ വാർ റിസൾട്ട് ഈക്വൽ ടു എന്താണ് ചെയ്യേണ്ടത്? ഇവാൽ ഹിസ്റ്ററി. ഇവാൽ എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ഹിസ്റ്ററി. നമ്മൾ ഇതിനകത്തുള്ള ഇപ്പോൾ ഉള്ള വാല്യൂസിനെല്ലാം ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇവാലുവേറ്റ് ഹിസ്റ്ററി. എന്നിട്ട് നമ്മൾ അതിനെ അവിടെ എൻഡ് ചെയ്യിച്ചു. എന്നിട്ട് നമ്മൾ എന്തിനാണ് ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യണ്ടേ? പ്രിൻ്റ് ഔട്ട്പുട്ട് എന്താണ്? റിസൾട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? ഡിസ്പ്ലേ ചെയ്യുക. എന്നിട്ട് പ്രിൻ്റ് ഹിസ്റ്ററിയുടെ അവിടെ എന്ത് ചെയ്യുക? എടുത്ത് കളയുക. പിന്നെ ഹിസ്റ്ററി അവിടെ വേണോ? ഹിസ്റ്ററി അവിടെ വേണ്ട. പിന്നെ ഔട്ട്പുട്ട് കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹിസ്റ്ററി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനെ അവിടെ എം ഡി ആക്കി ഇടുക. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു ക്ലിക്ക് ചെയ്താൽ മാത്രം നമുക്കത് കാണിച്ചാൽ മതി. ഇനി നമുക്കത് ഈക്വൽ ടു അല്ല, നമ്മൾ അടുത്ത ഓപ്പറേഷനിലേക്കാണ് പോകുന്നത്. 65 പ്ലസ് അടിച്ചിട്ട് 63 പ്ലസ് വീണ്ടും ഒരു നമ്പർ അടിക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ എന്താണ്? എൽസ് കണ്ടീഷനാണ് വരുന്നത്. എൽസ് കണ്ടീഷൻ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഹിസ്റ്ററി ഈക്വൽ ടു ദിസ് ഡോട്ട് ഹിസ്റ്ററി പ്ലസ് നമ്മൾ അടുത്ത എന്താണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്? ദിസ് ഡോട്ട് ഐ ഡി അപ്പൻഡ് ചെയ്യുക. എന്നിട്ട് പ്രിൻ്റ് ഹിസ്റ്ററി, നമ്മളിപ്പോൾ അടിച്ചതിനെ പ്രിൻ്റ് ഹിസ്റ്ററിയിലോട്ട് കാണിക്കുക. പ്രിൻ്റ് ഹിസ്റ്ററി നമ്മൾ നേരത്തെ അപ്പൻഡ് ചെയ്ത് മാത്രമേ ഉള്ളായിരുന്നു, നമ്മൾ അതിനെ പ്രിൻ്റ് ചെയ്ത് ഇപ്പോഴാണ് പ്രിൻ്റ് ചെയ്യുക. എന്നിട്ട് ഔട്ട്പുട്ട് ക്ലിയർ ചെയ്യണ്ടേ? പ്രിൻ്റ് ഔട്ട്പുട്ട് എന്താണ്? നമുക്ക് പിന്നെ പ്രിൻ്റ് ഔട്ട്പുട്ട് വേണ്ട, എം ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഇപ്പം ഇത് ക്ലിക്ക് ചെയ്ത് പ്ലസ്, അയ്യോ, അപ്പോൾ എന്തോ ചെറിയ പ്രശ്നം ഇവിടെ ഉണ്ട്. നമുക്ക് കൺസോളിൽ പോകാം. കൺസോളിൽ പോകുമ്പോൾ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്താ, നമ്മൾ സേവ് ചെയ്തില്ലേ നമ്മുടെ കോഡിൽ? ഓക്കെ, നമ്മളോട് ഡമ്മി ടെക്സ്റ്റ് ഇട്ടുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നത്. ഓക്കെ, ഞാൻ ഡമ്മി എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ അടുത്ത നമ്പേഴ്സിൻ്റെ
ലോജിക്കിലും കൂടെ പോവാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, നമുക്ക് ബാക്കി കാൽക്കുലേറ്ററിൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഓക്കെ, അപ്പോൾ വാർ നമ്പർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്പർ വേരിയബിളിലേക്ക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫോർ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നമ്പറിനകത്ത് എവിടെ ക്ലിക്ക് ചെയ്താലും ഒരു ഫംഗ്ഷൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഫംഗ്ഷനകത്ത് നമുക്ക് എന്ത് എഴുതാം, ലോജിക്ക് എഴുതാം. ഓക്കെ, വാർ ഔട്ട്പുട്ട് നമ്മൾ നമ്പർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്, വാർ ഔട്ട്പുട്ട് ഈക്വൽ ടു റിവേഴ്സ് നമ്പർ ഫോർമാറ്റ്, റിവേഴ്സ് നമ്പർ ഫംഗ്ഷൻ എന്താണ്, ഗെറ്റ് ഇൻപുട്ട് or get output. ഓക്കെ, നമ്മളിനി അടുത്ത് ക്ലിക്ക് ചെയ്യാണ്, അടുത്തൊരു നമ്പർ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ 6 9 അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്ലസ് നമ്മൾ അടുത്തത് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ അവിടെ ഔട്ട്പുട്ട് എടുത്തു. ഔട്ട്പുട്ടിന് നമ്മൾ എന്ത് തിരിച്ച് കോമ അല്ലാണ്ടുള്ള നമ്പറിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, വാർ ഔട്ട്പുട്ടിൻ്റെ നമ്മൾ പിന്നീട് ഇഫ് കണ്ടീഷൻ നമ്മൾ പാസ് ചെയ്യാണ്. ഇഫ് ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞു എക്സ്ക്ലമേറ്ററി മാർക്ക് ഈക്വൽ ടു ഇട്ടാൽ നോട്ട് എ നമ്പർ. ഓക്കെ, ഒരു നമ്പർ ആണെങ്കിൽ, ഓക്കെ, ഇതിനർത്ഥം നോട്ട് എ നമ്പർ, ഔട്ട്പുട്ട് നോട്ട് എ നമ്പർ, നമ്പർ അല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് ഈക്വൽ ടു ഔട്ട്പുട്ട് പ്ലസ് ദിസ് ഡോട്ട് ഐ ഡി നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന ഏതിനാണോ ദിസ് ഡോട്ട് ഐ ഡി എടുക്കുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, അതിനെ ഒന്നിച്ച് പ്രിൻ്റ് ഔട്ട്പുട്ടായിട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് അവിടെ വരുന്നത് എന്നുള്ളത്. നമ്മൾ റീഫ്രഷ് ചെയ്തു. ഓക്കെ, 78 പ്ലസ്, അയ്യോ പ്ലസ് വർക്കാവുന്നില്ല, പ്ലസ് മൈനസ്. ഇപ്പം നമ്മുടെ നമ്പേഴ്സ് എല്ലാം വർക്കാവുന്നു, പക്ഷേ പ്ലസ്സും ഈക്വൽ ടു ഒന്നും വർക്കാവുന്നില്ല. ഈക്വൽ ടു വർക്കാവുന്നുണ്ട്, പക്ഷേ നമ്മുടെ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വർക്കാവുന്നില്ല. നമുക്ക് നോക്കാം എന്താ കാര്യം എന്നുള്ളത്. നമ്മുടെ ക്ലിയർ ഓക്കെയാണ്, ബാക്ക് സ്പേസ് ഓക്കെയാണ്. ഓക്കെ, ഈ ഔട്ട്പുട്ട് കുറയ്ക്കുക എന്നുള്ളത്. ഇപ്പോൾ എൽസ് ഓക്കെ, നമുക്കവിടെ ഒരു ചെറിയൊരു അബദ്ധം പറ്റി. ഓക്കെ, നമ്മൾ ഈ ഒരു എൽസീഫ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഈ എൽസായിട്ടാണ് നമ്മൾ ഇതെല്ലാം കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇതായിട്ടല്ല കൊടുക്കേണ്ടത്. ഓക്കെ, അവിടെ ചെറിയൊരു മിസ്റ്റേക്കാണ്, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, അങ്ങ് എഴുതി പോയത് കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിത് വന്നിട്ട് ഓക്കെ, ഇതിവിടെയാണ് എൻഡ് ചെയ്യിക്കുന്നത്. ഇവിടെയാണ് എൻഡ് ആവുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെയാണ് എൻഡ് ആവുന്നത്. ശരി, അപ്പോൾ അതിന് താഴോട്ടാണ് നമ്മൾ വെക്കേണ്ടത്. ഈ എൽസ് ഇവിടെ എൻഡ് ആവുന്നു, അപ്പോൾ അതിന് താഴെ നമ്മുടെ ബാക്കിയുള്ള എൽസുകളെല്ലാം നമ്മളവിടെ കൊടുത്തു. ഓക്കെ, നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, ഗൈസ് എവിടെയും തെറ്റില്ല. നമ്മളിവിടെ ഈക്വൽ ടു അടിക്കുമ്പോൾ വരാത്തതിൻ്റെ കാരണം നമ്മളുടെ കാൽക്കുലേറ്റർ HTML ഈക്വൽ ടുവിന് ഞാൻ ID ക്ലിയർ എന്നാണ് കൊടുത്തേക്കുന്നത്. അവിടെ ID ക്ലിയർ അല്ല, ID ഈക്വൽ ആണ്. ആ ക്ലിയർ കൊടുക്കുന്നതുകൊണ്ടാണ് അവിടെ നേരത്തെ വന്ന പോലെ സംഭവം വന്നത്. ഓക്കെ, ഇപ്പോൾ ഈക്വൽ ടു ഇനി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സംഭവം ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, ഇപ്പോൾ 78 പ്ലസ് 36 ഈക്വൽ ടു 114. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ 78 ഇൻറ്റു 96 ഈക്വൽ ടു ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റർ ബിൽഡ് ചെയ്യാനായിട്ട് ലോജിക്ക് ഉപയോഗിച്ച് പറ്റുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കുക. ഓക്കെ, കുറച്ച് നീണ്ടുപോയെന്നറിയാം, എങ്കിലും ഞാനിവിടെ എല്ലാം മനസ്സിലാക്കി പറഞ്ഞു തരാൻ പറ്റിയെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇവിടെ നിർത്തും.